എൻ്റെ പേര് ജോയ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പീച്ചി എന്ന ഭാഗത്തു നിന്ന് വരുന്നു. എനിക്ക് വിട്ടുമാറാത്ത അലർജി ആയിരുന്നു അസുഖം. ഒരു 10-18 വർഷം ആയിട്ട് ഞാൻ ഇതിന് മരുന്ന് കഴിക്കുന്നു. മരുന്ന് ഞാൻ ഇംഗ്ലീഷിൽ മരുന്ന് കഴിക്കുന്നുണ്ട്. ആയുർവേദ മരുന്ന് കുറേ കഴിച്ചു, പിന്നെ ഹോമിയോ കഴിച്ചു. എന്നിട്ടൊന്നും അതിനൊരു കുറവ് കണ്ടില്ല. ഞാനിങ്ങനെ സാറിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ആ സാറിൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തട്ടി. ശരിക്കും കറക്റ്റായിട്ട് ആ ചില കാര്യങ്ങൾ പറഞ്ഞ നീർക്കെട്ടിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ സാറ് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തട്ടിയപ്പോൾ എനിക്ക് തോന്നി സാറിനൊന്ന് കാണാം എന്താണെന്നുള്ളത്. എന്തായാലും പല സ്ഥലത്ത് ശ്രദ്ധിച്ച് നോക്കിയത്. ഞാൻ സാറിനെ അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടു. ഒലിവ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോബിൻ ജേക്കബ്. അപ്പോൾ ആളെ ഒന്ന് കാണാം, എന്തായാലും മാറില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നടപ്പ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്നത് വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ സാറിനെ കൂടി ഒന്ന് കാണാം എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആളെ വന്ന് കണ്ടു. ആൾ എനിക്ക് മൂക്കിൽ ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആള് എല്ലാം എന്നെ ശ്രദ്ധിച്ച് കേട്ടു. അതിന് ശേഷം ആൾ എനിക്ക് മരുന്ന് ചെയ്ത് എനിക്ക് ഒരു മൂക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഒരു ആശ്വാസം തോന്നി. ഞാൻ അതുവരെ 1.5 ദിവസം മോണ്ടക്കെൽസി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്നോട് വണ്ടി ഓടിക്കരുതെന്നാണ് ഡോക്ടർമാർ അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നി നേരത്തെ ഒക്കെ കഴിയും. അല്ലെങ്കിൽ ഇത് എപ്പോഴാണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അലർജി. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഗുളിക എടുത്ത് കഴിക്കും. അങ്ങനെ തന്നെ എൻ്റെ തൊഴിലാണെങ്കിൽ സെൻറ്ററിങ് വർക്കാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ആ തൊഴിലിന് പോവുകയും ചെയ്യും, വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യും. ഞാനതൊന്നും അങ്ങനെ കാര്യമായിട്ട് അസുഖത്തെക്കുറിച്ച് വേവലാതി ഉണ്ടെങ്കിൽ തന്നെ അതിൽ മരുന്ന് കഴിച്ചു എന്നുള്ളൊരു ഇതില്ലാതെ ഞാൻ അങ്ങനെ ജോലിക്ക് പോകും. പക്ഷെ അത് കഴിഞ്ഞ് വന്ന് വീണ്ടും ചിലപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. മൂക്കടയുക, രാത്രി ഉറക്കല്ല, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ വൈഫിനറിയാം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അസ്വസ്ഥനാണ് എന്ന് അവൾക്കറിയാം. അപ്പോൾ തന്നെ അവൾ പോയി കിടന്നോ എന്ന് പറയും. പക്ഷെ ഞാൻ വന്ന് അങ്ങനെ കിടക്കും. പക്ഷെ കിടന്നാലും ഉറക്കമൊന്നും ശരിയാവില്ല. പക്ഷേ ഡോക്ടർ വന്ന് കണ്ടതിന് ശേഷം, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഈ ഭയങ്കര മാറ്റങ്ങളുണ്ട്. 15 ദിവസമായിട്ട് ഇന്നേവരെ പിന്നെ ഗുളിക ഇന്നേവരെ കഴിച്ചിട്ടില്ല. എല്ലാ 1.5 ദിവസം കഴിക്കുന്നതായിരുന്നു. കഴിച്ചാലേ എനിക്ക് ചെറിയൊരു മാറ്റം കാണിക്കുള്ളായിരുന്നു. അപ്പം അതിനുള്ള ഇന്നേവരെ കഴിച്ചിട്ടില്ല. അപ്പം അടുത്ത മൂക്കും കൂടി അത് ചെയ്തപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10-18 കൊല്ലമായിട്ടില്ലാത്തൊരു സന്തോഷം എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അത് പിന്നെ ഞാൻ സംസാരിക്കുന്നത് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ഒരാൾ വന്നിട്ട് ആളെന്നോട് സംസാരിച്ചത് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരാളാണ്. ആളെന്നോട് പറഞ്ഞ് ഞാൻ വർഷങ്ങളായിട്ട് ജന്മനാ ഇത് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ട്രീറ്റ്മെൻറ്റിന് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് ആലോചിക്കുന്നത്, ഇങ്ങനെ നല്ലൊരു സൗകര്യങ്ങളും നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ വെറുതെ അവിടെയൊക്കെ ഓടി നടന്ന് കുറേ മരുന്നുകൾ കഴിക്കുന്നത് നല്ലത്. ഡോക്ടർ ഒലിവ് ആയുർവേദ ഹോസ്പിറ്റലിൽ വന്ന് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ച് ഇത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.